ഇലകൾക്കിടയിലും മറിഞ്ഞിരുന്നുകൊണ്ട് ഞാൻ കാണാതെ പോയ ഒരു വലിയ അച്ചിങ്ങപ്പയർ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നല്ലോ. അത് ഉണങ്ങി വിത്താക്കി പറിച്ചെടുത്തു. പയർ പൊളിച്ചു നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. സാധാരണ അച്ചിങ്ങപ്പയറിൻ്റെ വിത്തിൻ്റെ വണ്ണമല്ല, അതിൻ്റെ ഒരു ഡബിൾ സൈസ് ഉണ്ട്. അതിൽ 2 സ്വല്പം പൂപ്പിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് സംശയം, അത് മാറ്റി വെച്ചു. മറ്റേത് നല്ല ഭംഗിയുള്ള വിത്തുകൾ, അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നടാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടെ കുറേ പയറുണ്ട് ഇപ്പോൾ, ചെടികൾ പുതുതായിട്ട് മുളച്ച് വന്ന് വള്ളി നീട്ടി ഒരു 5-6 ഇലയൊക്കെ അത് കുറേ ഉണ്ട്. അപ്പോൾ ഇതും കൂടെ നട്ടാൽ ശരിയാവില്ല. പക്ഷേ 2 പൂപ്പിൽ പിടിച്ച പോലെ തോന്നിയത് ഞാൻ ഉടനെ തന്നെ കാലിയുള്ള 2 ചെടിച്ചട്ടിയിൽ കൊണ്ട് നട്ടു. അല്ലെങ്കിൽ എന്തായാലും കടയിൽ പോകും. ഇനിയിപ്പോൾ ഈ നല്ലതായിട്ട് കാണുന്ന വിത്തും ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പൂപ്പിൽ പിടിച്ചു പോകും. കാരണം നമ്മളിവിടെ അതിന് സ്പെഷ്യൽ കോട്ടിംഗ് ഒന്നും കൊടുക്കണില്ലല്ലോ. പ്രിസർവേറ്റീവ് എന്താ കോട്ട് ചെയ്ത് ഒരു പിങ്ക് നിറമാണ് കടയിൽ നിന്ന് വാങ്ങുന്ന വിത്തൊക്കെ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കാലം ഇരിക്കുകയായിരിക്കും. ഇവിടെ ഉള്ളത് കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴിച്ചിട്ടാൽ മുളയ്ക്കില്ല. ചെടിച്ചട്ടികളിൽ വളരുന്ന 2 ചെടികളിലായിട്ട് ധാരാളം അച്ചിങ്ങാപ്പയറുണ്ടാവുന്ന ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ആ വീഡിയോ ക്ലിപ്പ് എടുത്തപ്പോൾ ഇത്രയും വലിയ പയർ ഞാൻ കണ്ടേയില്ല. കാരണം വേറെ ഒന്നുമില്ല, അവിടെ കുറച്ച് വെള്ളരിയുടെ ഇലകളൊക്കെ ഉണ്ട്, അതിൻ്റെ പിന്നിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ കണ്ട പയറുകളിൽ കുറച്ചെണ്ണം പറിച്ച് ഉപ്പേരിക്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതൊക്കെ ഏകദേശം ഉപ്പേരിക്കെടുക്കാൻ പാകമായതാണെന്ന് വിചാരിച്ച് ഇന്നലെ കണ്ടുവച്ചതാണ്. ഇന്ന് രാവിലെ വന്നിട്ട് പറിക്കാതെ ഇതങ്ങ് കുറച്ച് വിട്ടിട്ടായതുകൊണ്ട് നീളമുണ്ടെങ്കിൽ അത്ര മനസ്സിലാവില്ല, കണ്ടാൽ ചെറുതാണെന്ന് തോന്നുക. അപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഉത്സാഹമായി വേഗം ടേപ്പ് എടുത്ത് വന്ന് അവിടെ കൊണ്ടുവന്ന് ഒരു തലക്കിൽ അവിടെ ഒരു ചെറിയ വള്ളി കൊണ്ട് കെട്ടി വെച്ചിട്ട് അളവെടുത്തു. ഏകദേശം 60 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ വലിയ മോശമല്ല. മൂപ്പ് ഓവറായതുകൊണ്ട് ഇതിനിപ്പോൾ എന്തായാലും ഉപ്പേരിക്കെടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ പൊളിച്ചിട്ട് വിത്ത് മാത്രമായിട്ട് പയറുമണിയായിട്ട് കറക്കിയെടുക്കാം. പക്ഷെ അത് വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിന് വിത്തിരിക്കട്ടെ, കുറേ വിത്തുണ്ടാവും. പക്ഷെ ഇത്ര അധികം വിത്ത് നടാനിപ്പോൾ ഇവിടെ സ്ഥലമില്ല. ഒരുവിധം എല്ലാ ചെടിച്ചട്ടികളിലും കഴിഞ്ഞ സീസണിലെ വിത്തുകൾ നട്ട് ഒരടിയൊക്കെ വലുപ്പമുള്ള കുറേ പയർ ചെടികളുണ്ട്. ഒക്കെ വള്ളി നീട്ടി തുടങ്ങിയതാണ്. എന്തായാലും വിത്ത് ആദ്യം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ പറിച്ചെടുക്കുകയുള്ളൂ. കാരണം ഇത് നല്ലോണം ഒന്ന് ഉണങ്ങിക്കോട്ടെ, എന്നിട്ട് വിത്തെടുത്തിട്ട് പറ്റിയ സ്ഥലങ്ങളുള്ള ഇതൊക്കെ നോക്കി നടാമല്ലേ, കുറച്ച് സൂക്ഷിച്ച് വയ്ക്കാം. പക്ഷെ ഞാൻ തന്നെ സൂക്ഷിച്ച് വെച്ചാൽ മിക്കവാറും പൂപ്പിൽ പിടിച്ച് പോകും. കടയിൽ നിന്ന് വാങ്ങുന്ന വിത്തിൻ്റെ മുകളിലൊക്കെ ഒരു കോട്ടിങ് ഉണ്ടാവും, എന്തോ പ്രിസർവേറ്റീവ് കോട്ടിങ് ഉണ്ട്, ഒരു പിങ്ക് നിറം ഉണ്ടാവും. നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മിക്കവാറും കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയാൽ നിറയെ പൂപ്പിൽ പിടിച്ചിട്ടുണ്ടാവും.